നമസ്കാരം. ഇപ്പോൾ കുത്തിപ്പൊക്കലുകളുടെ കാലമാണല്ലോ. അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ഒക്കെ തന്നെ ഒരുപാട് കുത്തിപ്പൊക്കലുകൾ, അതായത് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പല രീതിയിൽ എടുത്ത് ഇപ്പോൾ നിലപാട് മാറ്റുകയോ അല്ലെങ്കിൽ അഭിപ്രായം മാറ്റി പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ഇതല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി കുത്തിപ്പൊക്കലുകൾ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി ഇങ്ങനെ വരുന്നുണ്ട്. എം സ്വരാജ് അദ്ദേഹത്തിനെതിരെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ, ഈ വയോധികനായ ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ, CPM എന്നുള്ള പാർട്ടി രൂപീകരിച്ച അല്ലെങ്കിൽ ശരിക്കും സമരമുഖങ്ങളിലൂടെ കടന്നു വന്ന ആ വ്യക്തിയെ ഇത്തരത്തിൽ ഒക്കെ പറഞ്ഞത് അന്ന് വലിയ വിമർശന വിധേയമായിരുന്നു. അത് വീണ്ടും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ശ്രീ VS അച്യുതാനന്ദൻ SUTയിൽ അല്പം അനാരോഗ്യകരമായ അവസ്ഥയിൽ കഴിയുന്ന ഈ സമയത്ത് വീണ്ടും ഇത്തരം വാർത്തകളും അതിന്റെ അന്നത്തെ പ്രസ്താവനകളും വീഡിയോകളും ഒക്കെ തന്നെ പത്രവാർത്തകളടക്കം ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ ഒരിക്കൽ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു വലിയ യോഗത്തിൽ, CPMന്റെ യോഗത്തിൽ സംസാരിച്ചു. പലകുറി ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് ആവർത്തിച്ചുകൊണ്ട് സമരമുഖങ്ങളിലെ തന്റെ നിശ്ചയദാർഢ്യവും തന്റെ കരുത്തും താൻ വളർത്തിയ പാർട്ടിയെക്കുറിച്ചുമൊക്കെ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട്, വിഭാഗീയത ഉണ്ടെന്ന് അന്നേ പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്, അപ്പം കറിവേപ്പില എന്ന് പറയുന്നുണ്ട്, ഇലക്ഷൻ വരുമ്പോൾ മാത്രം പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന സാധനം എന്നൊക്കെ VSനെ ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് വയ്യാഞ്ഞിട്ടാണ്. എന്തൊക്കെയായാലും ശരി, അന്നത്തെ ഏതാണ്ട് ഒരു മിനിറ്റ് കഷ്ടിച്ചുള്ള VSന്റെ പ്രസംഗത്തിന്റെ വീഡിയോ വീണ്ടും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയിലേക്ക്. VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 43-ൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാര സമ്പ്രദായങ്ങൾ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടിയതിന്റെ ഫലമായി 4 കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുമരമേറ്റിയത്. തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. VS അച്യുതാനന്ദൻ എവിടെ കിടക്കുന്നു, M സ്വരാജ് എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ഒന്ന് ചിന്തിക്കണം. പാർട്ടി പിളർന്ന്, അല്ലെങ്കിൽ പാർട്ടി രണ്ടായി, CPIയും CPMുമായി മാറി, അതിൽ CPMനൊപ്പം ചേർന്ന് പാർട്ടിയെ ഇതുവരെ കൊണ്ടെത്തിച്ച സമര സഖാവ്, ആയിരക്കണക്കിന് സമര സഖാക്കൾക്ക് വീര്യമായി, ഊർജമായി മാറിയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹത്തിനൊക്കെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയാൻ M സ്വരാജിന് എന്താണ് അധികാരം എന്ന് അന്ന് ആരും ചോദിച്ചില്ല. ചോദിക്കാൻ മടിയായിരുന്നു, ഭയമായിരുന്നു. ഇന്നും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. ഏതായാലും M സ്വരാജ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഇത്തരം കുത്തിപ്പൊക്കലുകളിലൂടെ. ഇനിയും എന്തൊക്കെ കുത്തിപ്പൊക്കലുകൾ കാണാനിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നുകൂടി ഇത് കാണുമ്പോൾ ചിന്തിച്ചു പോകുന്നു. സഖാവ് VS അച്യുതാനന്ദൻ പെട്ടെന്ന് സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ തന്നെ മടങ്ങി വീട്ടിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് രോഗമുക്തി നേടാനുള്ള അവസ്ഥ ഉണ്ടാകട്ടെ എന്നുകൂടി. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ അല്പം തൃപ്തികരമാണ് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹം ആരോഗ്യത്തോടു കൂടി തന്നെ 100 പിന്നിട്ട മനുഷ്യൻ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യും.